എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസിൻ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നതും ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത് കാരണം, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസം, ഈ പൊളിറ്റിക്സ്, ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ഈസ് ഗോയിങ് ഓൺ. ദർ വെർ ലോട്ട് ഓഫ് ഇഷ്യൂസ്. സോ എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനങ്ങനെ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ഒരാളല്ല. തീർച്ചയായും മനസ്സിൽ പൊളിറ്റിക്സ്, കാരണം ഞാൻ കണ്ണൂരാണ് ജനിച്ചത്. കണ്ണൂർ ജനിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ കമ്മ്യൂണിസം എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണിസം നടക്കുന്നത്, ഇതൊക്കെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയട്ടെ. കമ്മ്യൂണിസം എന്ന തോട്ട് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് നമ്മുടെ നാട്ടുകാരുടെ, അതായത് നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടി എന്ന് വേണ്ടി നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയാമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പോൾ ഞാനങ്ങനെ പറയില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്താ പറയുക, അതിനുള്ളൊരു ബേസ് ഇപ്പോൾ ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് വിശ്വസിക്കുന്നത്. കാരണം കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ കണ്ടു വളർന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും, എന്ത് കാര്യത്തിനും, ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു മരിച്ചുകൂടെ ആയിക്കോട്ടെ, എന്തൊരാവശ്യത്തിനും, ഒരു ക്ലീനിങ് പ്രോസസ്സ് ആയിക്കോട്ടെ, എന്തൊരാവശ്യത്തിനും എല്ലാ നാട്ടിലും എല്ലാവരും ഒന്നിച്ച്. കാരണം എൻ്റെ നാട്ടിൽ ഒരു 99% ആൾക്കാരും കമ്മ്യൂണിസ്റ്റാണ്. പാർട്ടി എന്ത് പറയുന്നോ അതുപോലെ അനുസരിക്കുന്ന കുറേ നല്ലവരായ നാട്ടുകാരുള്ള കമ്മ്യൂണിസ്റ്റുകളുള്ള നാട്ടിൽ ജനിച്ചോളാം. ഇപ്പോഴും എൻ്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം അവർ എന്താവശ്യത്തിനും ഇപ്പോഴും ഓടിച്ചെല്ലുന്നവരാണ്. കാരണം അവർ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ്. പക്ഷേ എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം, എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റുപറ്റിയതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അതായത് നേതാക്കന്മാരുടെ ഇടയിൽ വളരെ മോശമായ രീതിയിലാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഞാൻ. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അധികാരം വരുമ്പോഴും നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിട്ടുപോയി, നേതാക്കൾ വിട്ടുപോയി, അണികൾ വിട്ടുപോയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവർ കമ്മ്യൂണിസ്റ്റ് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അവരെന്ത് വന്നാലും പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. കാരണം അവരുടെ മനസ്സിൽ നിന്ന് അതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം എവിടെയാണ് തെറ്റ് പറ്റിയത്? ഇലക്ഷൻ എന്തുകൊണ്ട് തോറ്റു? കാരണം ഞാൻ മട്ടന്നൂർ മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ കഴിഞ്ഞ പ്രാവശ്യം 50,000-ന് മേലെ വോട്ടിന് ജയിച്ചൊരു സ്ഥലത്ത് ഈ പ്രാവശ്യം എത്ര വോട്ടിനാണ് ജയിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എത്രമാത്രം എന്താ പറയണ, കമ്മ്യൂണിസത്തിൻ്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതും നല്ല കാലം വരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും തിരുത്തിയില്ലെങ്കിൽ അത് എന്നേക്കുമായി അവസാനിക്കും. സോ എങ്ങനെ തിരുത്താം എന്ന് വെച്ചാൽ, ജനങ്ങളിലേക്ക് ഇറങ്ങുക തന്നെ വേണം. വേറെ ഒരു വഴിയില്ല. ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന പാർട്ടി ജനങ്ങളിലേക്ക് വന്നേ പറ്റുള്ളൂ, ജനങ്ങളിലേക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ. കാരണം കമ്മ്യൂണിസം ഇവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. അവർക്കൊരു ഇപ്പോൾ 35 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത്, നല്ല കാര്യങ്ങൾ ചെയ്ത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഒന്ന് ശ്രമിച്ചാൽ വരാൻ പറ്റുന്ന അത്രക്കും ബേസുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കേരളത്തിലുടനീളം അത്രക്കും ബേസുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അവർക്ക് തീർച്ചയായും തിരിച്ചു വരാൻ പറ്റും. തിരിച്ചു വരണമെന്നാണ്. കാരണം 5 വർഷം ഒരു പാർട്ടി ഭരിച്ച് 5 വർഷം വേറൊരു പാർട്ടി ഭരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നാലേ നമുക്ക് വികസനങ്ങളുണ്ടാവും. ഈ എന്താ പറയുക, ഏകനായക സങ്കല്പമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റണമെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറണമെന്നാണ് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ കമ്മ്യൂണിസത്തിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ എനിക്ക് പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു ന്യൂ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. ഒരു UDF ഗവൺമെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആസ് എ കോമൺ മാൻ നമ്മളെന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ നാടിന് നല്ലത് വരണമെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഇപ്പം നടക്കുന്നത് എന്താണ്? അവർക്കൊരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ സമരങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇവിടെ എറണാകുളത്ത് നടന്നൊരു സമരം, കുടിയൊഴിപ്പിക്കലിൻ്റെ ഒരു സമരമുണ്ട്. എന്ത് പ്രഹസനമാണ് നടന്നത് അവിടെ.
എന്ത് പ്രഹസനമാണ്! ഇത്ര നാളും ഒരു 10 വർഷം കയ്യിലുണ്ടായിട്ട് ഇത്ര നാളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ നിങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീർപ്പുണ്ടാക്കാൻ പറ്റിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു പാർട്ടി വേറൊരു പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സമരം ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ചെയ്യുന്ന നിങ്ങൾ എത്ര അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഇതിനെ കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും. സമരങ്ങളൊക്കെ നടക്കണം, സമരങ്ങളൊക്കെ നടന്നാൽ മാത്രമേ ക്രിറ്റിസിസം സമരത്തിലായാലും ഏത് വഴിയായാലും ക്രിറ്റിസിസമൊക്കെ വേണം. അതായത് സമരങ്ങളൊക്കെ നടക്കണം. സമരങ്ങൾ നടക്കാതെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സമരങ്ങളുണ്ടാവണം. സമരങ്ങളാണ് തെറ്റ് ചെയ്യുന്നവർക്ക് അത് തിരുത്താനുള്ളൊരു അവസരം കൂടി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്ക് യാതൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 10 വർഷം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. 10 വർഷം പാവങ്ങളുടെ പാർട്ടി എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്? ആ പാവപ്പെട്ടവർക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒന്നും ചെയ്യാതെ നെക്സ്റ്റ് ഒരു 15 ദിവസമായൊരു പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് അവർക്കെതിരെ സമരം ചെയ്യുക. എന്ത് പ്രഹസനമാണിത്? അതൊരു പോയിന്റ്. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ നടന്ന EDയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. EDയുടെ ഒരു ഇഷ്യൂ അവർ ED ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷിച്ച് പോയിക്കോട്ടെ, എന്താണ് കുഴപ്പം? ED വന്ന് അന്വേഷിക്കുക. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് പോകണം. കാരണം അവരൊരു ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്ക് മോദിയോട് എതിർപ്പുണ്ടാവാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ VD സതീശനോട് എതിർപ്പുണ്ടാവാം. അതൊക്കെ നിങ്ങൾ തീർക്കേണ്ടത് ഒരു കാറിനോടോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ചില്ലടിച്ച് പൊടിച്ച് സാധാരണക്കാരുടെ കാറിൻ്റെ ചില്ലടിച്ച് പൊടിച്ചിട്ടല്ല. നിങ്ങൾ സമരം ചെയ്യണം. നിങ്ങൾ സമരം ചെയ്യേണ്ടെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ലല്ലോ. സമരം ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം. നിങ്ങൾ അക്രമം കൊണ്ട് എന്ത് നേടാനില്ല? ഈ കാലത്ത് അക്രമം കൊണ്ട് ഒന്നും നേടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ കുറേ സമയത്ത് ഞാൻ കണ്ടിട്ടുമുണ്ട് ഇങ്ങനത്തെ അക്രമങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു ജനറേഷൻ കാലത്ത് ഇതൊന്നും നടക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഈ അക്രമത്തിലൂടെ പോകുന്നതാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വിട്ട് പോവുകയാണ്. അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രത്യേക വേറെ അഭിപ്രായങ്ങളുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസം എങ്ങനെ തിരിച്ചു വരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അക്രമ സമരം കൊണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന എന്ന് പറയുന്നത് സമരങ്ങൾ ഉണ്ടാവുകയല്ല വേണ്ടത്. നല്ല കോസ്റ്റിലുള്ള സമരങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്രോൾ പ്രൈസ് ഹൈക്കായി, ഡീസൽ പ്രൈസ് ഹൈക്കാവുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്ക് സമരം ചെയ്യണം. അത് അവർ കുറക്കുന്നതുവരെ സമരം ചെയ്യണം. കാരണം നിങ്ങളൊക്കെ സമരം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ അതിനടുത്ത് ദിവസങ്ങളിൽ നടന്ന ഒരു ഇഷ്യൂ ആണ് ഈ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അടുത്ത മഴ പെയ്തപ്പോൾ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി. എന്താ പറയുക, അതിന് അവിടെ ഭരിക്കുന്ന മേയറെ കുറ്റം പറയുക. അവർ വന്നിട്ട് ആകെ ഒരു 6 മാസം കണ്ടേ ആഴിയുള്ളൂ. ഈ 10 വർഷം ചെയ്ത ഇവരൊക്കെ 10 വർഷം ഭരിച്ചവരൊക്കെ എവിടെ പോയിപ്പോൾ? ആക്ച്വലി ഇതൊക്കെ അവരുടെ വർക്കാണ്. നിങ്ങളൊരു വർഷം ഇവർക്കൊക്കെ സമയം കൊടുക്കുക. ഒരു വർഷം സമയം കൊടുത്തിട്ട് ഓക്കെ ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഇത് ഒരു 15 ദിവസം മുമ്പോ ഒരു 3-4 മാസം മുമ്പ് വന്നതോ ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെയോ നിങ്ങളിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് യാതൊരു അർത്ഥമില്ല. എന്ത് വന്നാൽ നമ്മളൊരു തരത്തിലും അവരെ എന്താ പറയേണ്ടത് ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലുള്ള നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ജനങ്ങളെ നകന്നു പോകുന്നു മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും നിങ്ങൾക്ക് ജനങ്ങളുടെ തമ്മിൽ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്താ പറയുക നാടിൻ്റെ പുരോഗതിക്കായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നാടിൻ്റെ പുരോഗതിക്കെതിരായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണം. അതൊക്കെ സമരങ്ങളോട് എതിർക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, അതിന് കൂടെ എതിർക്കാം. അല്ലാതെ എന്താ പറയുക, ഒരു ഗവൺമെൻറ് വന്ന് 15 ദിവസം അവരെ അറ്റാക്ക് ചെയ്യാണ്. ഒരു ലോജിക്കില്ലാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ എനിക്കറിയില്ല എത്രത്തോളം ബാക്കിയുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. കമ്മ്യൂണിസം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ നേതാക്കളടക്കം പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പാർട്ടി എന്നേക്കും ഇല്ലാതായിത്തീരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. പണ്ടത്തെ പോലെ നാട്ടിലേക്ക് ഇറങ്ങുക ഇപ്പോഴും ഉണ്ട്. എൻ്റെ നാട്ടിലൊക്കെ എല്ലാ കാര്യത്തിനും പാർട്ടിക്കാർ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ നമ്മളെ
നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കാരണം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആകെയുള്ളൊരു കുറച്ച് ശക്തിയുള്ളൊരു സംസ്ഥാനം കേരളം മാത്രമാണ്. അതുകൂടെ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ള വേറെ ഒരു വഴിയില്ല. ഈ ഈ എന്ന് പറയുന്ന റിപ്ലേസ് അഹങ്കാരം, എന്തൊരു അഹങ്കാരമാണ്. ഈ എന്താ പറയുക, ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂരാണോ തലശ്ശേരിയാണോ എനിക്ക് ഓർമ്മയില്ല, വീണ ജോർജിനെതിരെ ഉണ്ടായ ഒരു സമരം. ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം കണ്ടു അവിടെ എന്താണ് സംഭവിച്ചത്. എന്നിട്ട് ഇവർ പച്ചക്കളങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ഇതാണ് ഇത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് പറയുന്നതിനുള്ള കാരണം, ഈ ലോകത്തിലെല്ലാവരും അവിടെ നടന്നത് എന്താണെന്ന് കണ്ടു, എന്നിട്ടും പറയാണ് അവരെന്നെ അറ്റാക്ക് ചെയ്തു. അതൊരു മന്ത്രി പറയാണ് അറ്റാക്ക് ചെയ്തു എന്ന്. എന്നിട്ടിപ്പോൾ അവർ ലാസ്റ്റ് വന്നു വെച്ചാൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം. അതുപോലെ തന്നെ ഈ ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ചതിന് അടിച്ചത്, രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയെ പോലുള്ള ആൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം ഒരു മാറി നിന്ന് പോലീസ് മാറ്റി നിർപ്പിച്ച ഒരു രണ്ടാൾക്കാരെ വടിയെടുത്ത് വന്ന് അടിക്കുകയാണ്. എന്നിട്ട് അതിന് പേര് രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രി പറയാൻ ഞാനത് കണ്ടില്ല. ഈ ലോകത്തിലെല്ലാവരും കണ്ടു. മുഖ്യമന്ത്രി വേണമെങ്കിൽ ഈ ലോകത്തിലെല്ലാവരും കണ്ടു, അത് മുഖ്യമന്ത്രി മാത്രം കണ്ടില്ല. ഈ ജനങ്ങളിൽ നിന്ന്, ഈ തരത്തിലുള്ള ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന കാര്യങ്ങൾ നിർത്തിയില്ലെങ്കിൽ എന്നേക്കുമായി കമ്മ്യൂണിസ്റ്റ് സാധനം. പിന്നെ കുറേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടു പിണറായി വിജയൻ എന്തിനാണ് പ്രതിപക്ഷ നേതാവാക്കിയത്. പിണറായി വിജയൻ അവരെ പാർട്ടി സെലക്ട് ചെയ്ത് അവർ പ്രതിപക്ഷ നേതാവാക്കി. അതിന് കോൺഗ്രസ്സിന് എന്ത് പോയി? അതുപോലെ ബി ജെ പിക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ബി ജെ പിക്കാർക്ക് എന്ത് പോയി? അവരുടെ ഇൻറ്റേർണൽ കാര്യമാണ്. ഇൻറ്റേർണൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു പാർട്ടിയുടെ ഒരു കാര്യമാണ്. അതിൽ അവരെ പ്രതിപക്ഷ നേതാവിന് ഉള്ള ആളാണ് പിണറായി വിജയൻ. അവർ 10 വർഷം ഭരിച്ചതുകൊണ്ടോ 10 വർഷം മുഖ്യമന്ത്രി ആയതുകൊണ്ടോ പ്രതിപക്ഷ നേതാവായിക്കൂടാതൊന്നുമില്ല. അത് അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സാണ്. അവർ അത് നിശ്ചയിച്ചു കഴിഞ്ഞു. അതിന് വേറെ ആൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തിരിച്ചും കുറേ കാലം മുഖ്യമന്ത്രി ആരാണ് അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ കാര്യം. അവർ ജയിച്ചു, ജനങ്ങൾ അവരെ വിജയിപ്പിച്ചു. ഇനി അവർക്ക് സമയം കൊടുക്കുക. അവർക്ക് സമയം കൊടുത്ത് അവർ നല്ല രീതിയിൽ ഭരിക്കുന്നില്ല, നിങ്ങൾ സമരം ചെയ്യൂ. ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക അവർക്ക്. എന്നിട്ട് അവർക്ക് അതിനുശേഷം നിങ്ങൾ സമരം ചെയ്യുക. എത്ര സമരങ്ങൾ നടന്നാലോ സമരങ്ങൾക്ക് ആരെങ്കിലും എന്താണ് പറയുക, സമരം നടത്തേണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. അതിനൊക്കെ ഒരു ടൈമുണ്ട്, അതിനൊക്കെ ഒരു കാലമുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ എടുത്തു ചാടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ വിശ്വസിക്കും. ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇതൊക്കെ പറയണമെന്ന് തോന്നി. ഇനി ഞങ്ങൾക്ക് എന്താ പറയുക, മുന്നോട്ട് പോകണം, നമ്മുടെ നാട് പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടും പറയുന്നതാണ്. മാറ്റങ്ങളുണ്ടാവുന്നത് പാവപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി എന്ന് പറയുന്നത് മാറ്റങ്ങളുണ്ടാവണം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യാം. എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ സമരം ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഇതേപോലെ ഒരു വീഡിയോ ഇടാം, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റും. ഇതൊക്കെ ചെയ്യാം. അല്ലാതെ ഒരു തരത്തിലും എന്താ പറയുക, അവർക്കൊരു സമയം കൊടുക്കും. ഒരു സമയം കൊടുത്ത് അവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ഈ പോസ്റ്റ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തതുകൊണ്ടോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറി പറയാൻ വരുതരുത്. എൻ്റെ എന്താ പറയുക, പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുത് പ്ലീസ്. ഇതെൻ്റെ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക് യു.